നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാണൂർ കൊളവല്ലൂരിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും 9 സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തു. ബോംബുകൾ ബക്കറ്റിൽ ഒളിപ്പിച്ച നിലയിൽ പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ബോംബുകൾ നിർവീര്യമാക്കി. കനത്ത മഴ, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. പടന്നത്തോട് കരകവിഞ്ഞതിനെ തുടർന്ന് 40 കുടുംബങ്ങൾ ദുരിതത്തിൽ. അഴീക്കോട് ഉപ്പായിച്ചാലിൽ വീടിന് മുകളിൽ പാറയിടിഞ്ഞു വീണു. കിഴുത്തളിയിൽ കിണറിടിഞ്ഞു താഴ്ന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജില്ലയിൽ ഹരിത തെരഞ്ഞെടുപ്പാക്കി മാറ്റുമെന്ന് കളക്ടർ പി ബാലകിരൺ. ശുചിത്വ മിഷൻ മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന പദ്ധതിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നാളെ ചേരുമെന്നും കളക്ടർ. കണ്ണൂർ കോർപ്പറേഷൻ മേയറാവാൻ സുമാ ബാലകൃഷ്ണൻ തയ്യാറെടുക്കുന്നു. പാർട്ടിയാണ് എല്ലാ കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടതെന്ന് സുമാ ബാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പിൽ പുതിയ സ്ത്രീകൾ കടന്നുവരണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ.എ. സരള. താൻ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കുമെന്നും കെ.എ. സരള. വാർത്തകൾ വിശദമായി. പാനൂർ കൊളവല്ലൂരിൽ നിന്നും സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തു. പുല്ലായത്തോടിലെ പറമ്പിലാണ് ബക്കറ്റിൽ ഒളിപ്പിച്ച നിലയിൽ 9 ബോംബുകൾ കണ്ടത്. കൊളവല്ലൂർ പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇല്ലത്തുപൊയിൽ ചന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ നിന്നാണ് ഉച്ചയോടെ ബോംബ് കണ്ടെടുത്തത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ബക്കറ്റിൽ സൂക്ഷിച്ച നിലയിൽ 9 ബോംബുകളായിരുന്നു ഉണ്ടായിരുന്നത്. കൊളവല്ലൂർ SI EK ഷിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധന നടത്തിയത്. തുടർന്നുള്ള ദിവസങ്ങളിലും പരിശോധന നടത്തുമെന്ന് ഇവർ അറിയിച്ചു. രാമചന്ദ്രൻ ASIയുടെ നേതൃത്വത്തിലുള്ള ബോംബ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തി ബോംബുകൾ കസ്റ്റഡിയിലെടുത്തു. ജില്ലയിൽ കനത്ത മഴ, താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. പടന്നത്തോട് കരകവിഞ്ഞതിനെ തുടർന്ന് 40ഓളം കുടുംബങ്ങൾ ദുരിതത്തിലായി. നിരവധി പേരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. വെള്ളക്കെട്ട്, മാലിന്യ പ്രശ്നം, ആരോഗ്യ ഭീഷണി, ഇതെല്ലാം പടന്നപ്പാലം തോട് നിവാസികൾക്ക് പുതുമയല്ല. 1-2 ദിവസം ശക്തമായ മഴ പെയ്താൽ ഇവർക്ക് പിന്നെ സ്വന്തം വീട്ടിൽ താമസിക്കാൻ കഴിയില്ല. ഈ അവസ്ഥ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പടന്നപ്പാലം തോട് കരകവിഞ്ഞൊഴുകുന്നതോടെ തുടങ്ങും 40ഓളം കുടുംബങ്ങളുടെ ദുരിതം. കണ്ണൂർ നഗരത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന മലിനജലവും മഴവെള്ളവുമാണ് ഇരുവശങ്ങളിലെയും വീടുകളിലേക്ക് ഒഴുകിയെത്തുന്നത്. വെള്ളം കയറുമ്പോൾ വീട്ടുസാധനങ്ങൾ സുരക്ഷിത സ്ഥാനത്തെത്തിക്കാൻ നെട്ടോട്ടമോടണം. വീടിന്റെ അകത്തളം വരെ വെള്ളം കയറുമ്പോൾ ബന്ധുക്കളുടെ വീട്ടിലേക്കോ മറ്റോ മാറണം. ചെറിയ കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. ഇറങ്ങിയാൽ കുട്ടികൾ മുങ്ങിപ്പോകുമെന്നതിനാൽ പലരും വീടും പൂട്ടി മക്കൾക്ക് കാവലിരിക്കേണ്ട അവസ്ഥ. 40ഓളം കുടുംബങ്ങളിലാണ് വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. ആ വെള്ളം വീടുകളിൽ കയറി, പക്ഷേ നല്ല ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം ഒഴുകിപ്പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 4-5 കുടുംബങ്ങളെ ഇവിടെ SS റെസിഡൻസിയിൽ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. അവരെന്ന് വെച്ചാൽ എവിടെയും പോകാൻ സ്ഥലമില്ലാത്ത ആളുകളാണ്. അവർ തമിഴ്നാട്ട് സ്വദേശികളടക്കം ഉണ്ട്. അപ്പോൾ അവർ ഇവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ IRPC അവർക്ക് നഴ്സുമാർ വന്ന് പരിചരണങ്ങൾ, പിന്നെ അവർ പനിയും അതുപോലെ തന്നെ അവർ കാലിനുള്ള മുറിവുകളെല്ലാം ഡ്രസ്സ് ചെയ്തെല്ലാം കൊടുത്തിട്ടുണ്ട്. പകർച്ചവ്യാധികൾ പടരുമെന്ന ആശങ്കയിലാണിപ്പോൾ പ്രദേശവാസികൾ. പ്രായമായവരടക്കം എന്തു ചെയ്യണമെന്നറിയാതെ ഉഴലുകയാണ്. പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ മുന്നോട്ട് വന്നിട്ടും കഴിയാതായതോടെ ദുരിതം അനുഭവിച്ചു തീർക്കുക മാത്രമായിരുന്നു ഇവർക്ക് മുന്നിലുള്ള മാർഗം. അതേസമയം രോഗശൈലിയിൽ കഴിയുന്നവരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. IRPCയുടെ നേതൃത്വത്തിൽ രോഗികൾക്ക് പരിചരണവും നൽകി. പാറ ഇടിഞ്ഞു വീണ് വൻ നാശനഷ്ടം. അഴീക്കോട് ഉപ്പായിച്ചാലിലെ അഷ്റഫിന്റെ വീടിന് മുകളിലെയാണ് പാറ ഇടിഞ്ഞു വീണത്. ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം. കണ്ണൂർ തഹസിൽദാർ എത്രയും പെട്ടെന്ന് വീട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി. ഇന്ന് പുലർച്ചെയോടെയാണ് അഴീക്കോട് കുരിക്കളകത്ത് ഹൌസിലെ അഷ്റഫിന്റെ വീടിന് മുകളിലേക്ക് പാറ ഇടിഞ്ഞു വീണത്. കൊട്ടാരം പാർക്കിലേക്ക് പോകുന്നിടത്തുള്ള ചേരിച്ചേരി കുന്നിൽ നിന്നാണ് പാറ ഇടിഞ്ഞത്. വീടിന്റെ പിറകുവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കാലാകാലങ്ങളായിട്ട് ബേക്കിൽ ഇത്രയും വലിയ പാറയാണ്. ആ പൊട്ടി ഇങ്ങനെ ഈ അവസ്ഥയിലെത്തിയതാണ്. ഞങ്ങളിപ്പോൾ നിൽക്കാൻ വേണ്ടി 1.5 കൊല്ലം അല്ലേ, 1.5 കൊല്ലമായി. ഞങ്ങൾ അത്രയും കട്ടുകട ബാങ്കിൽ, സഹകരണ ബാങ്കിൽ ഇന്ന് 4 ലക്ഷം രൂപ കട. എൻ്റെ മക്കൾ മരുഭൂമി കഷ്ടപ്പെട്ട് വേറെ പൂറ്റിയ പൈസ കൊണ്ട് എടുത്ത വീടാണ്. കാരണം ഇന്ന് കടത്തിന് കരകയറിയിട്ടില്ല. മക്കൾ ഇന്നും മുക്കറ്റം കട. രക്ഷിതാവ് എന്നെക്കൊണ്ട് ഇന്നൊരു ഒരു 5 പൈസക്കാണ് എനിക്ക് അധ്വാനിക്കാൻ, നടുവേദന കാരണം കൊണ്ട് എനിക്ക് അധ്വാനിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഞാൻ.
3 കുടുംബമാണ് വീട്ടിൽ താമസിച്ചു വന്നത്. പുലർച്ചെയുണ്ടായ ഉഗ്രശബ്ദം കേട്ട് വീടിന് പുറത്തേക്ക് വന്നതിനാൽ വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു. കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ പാറ പൊടിച്ചു നീക്കാനും സാധ്യമല്ല. പൊളിച്ചു നീക്കുന്നത് അപകടകരമായതിനാൽ കലാസികളെ കൊണ്ടുവരാനാണ് തീരുമാനം. പഞ്ചായത്ത് അധികൃതരും തഹസിൽദാറും സ്ഥലം സന്ദർശിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ വീട് മാറി താമസിക്കാൻ തഹസിൽദാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാനുള്ള ഒരു സാഹചര്യം വളരെ മഴ നാച്ചുറൽ കലാമിറ്റിയാണ്. മഴ വളരെ കൂടുതൽ വരുവാണെങ്കിൽ ഇനിയും അപകടം കൂടുതലുണ്ടാകാൻ സാഹചര്യമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ വേണ്ടി ഞാൻ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മാറി താമസിക്കാൻ വേറെ എന്തെങ്കിലും സാധ്യത അവർ അപേക്ഷിക്കുകയാണെങ്കിൽ ആ സാധ്യത ഞങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. വേണ്ട സാമ്പത്തിക സഹായം കുടുംബത്തിന് നൽകാനും തീരുമാനമായിട്ടുണ്ട്. പണി പോലും തീരാത്ത വീട് തകർന്നുപോയതിന്റെ ആഘാതത്തിലാണ് കുടുംബം. കിണറിടിഞ്ഞ് താഴ്ന്നു. കിഴുത്തള്ളി കിഴക്കേക്കരയിലെ ഗോപാലന്റെ വീട്ടുകിണറാണ് രാവിലെ താഴ്ന്നത്. ആൾമറ പൂർണ്ണമായും കിണറിലേക്ക് പതിക്കുകയായിരുന്നു. കിണർ വീട്ടിൽ നിന്നും അല്പം അകലെ ആയതിനാൽ വൻ അപകടം ഒഴിവായി. ഓട്ടോറിക്ഷ തൊഴിലാളിയായ കിഴുത്തള്ളി ലക്ഷ്മി നിവാസിൽ ഗോപാലന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. 14 കോൽ ആഴമുള്ള കിണറിന്റെ ആൾമറ തകർന്ന് കിണറിലേക്ക് വീഴുകയായിരുന്നു. രാവിലെ നടക്കാനിറങ്ങിയ ഗോപാലൻ തിരികെ വീട്ടിലെത്തുമ്പോഴാണ് കിണർ താഴ്ന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. കിണർ ആകമാനം ഇടിഞ്ഞ് താഴായിട്ടുള്ള മൊത്തമായിട്ടും മറ്റേ ചുറ്റുവട്ടവും അതിൻ്റെ ആൾമറയും എല്ലാം കൂടി ഇടിഞ്ഞ് കണ്ടിട്ടുണ്ട്. രാവിലെ ഉറങ്ങി നിരക്കുമ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 7:30 മണിക്ക് ഞാൻ നായായിട്ട് പുറത്ത് പോയി എല്ലാം തിരിച്ചു വരുന്ന സമയത്താണ് അകത്തുനിന്ന് ചായരം കുടിച്ച് പേപ്പറും വായിച്ച് പുറത്തിറങ്ങി നോക്കുമ്പോൾ കിണർ കാണുന്നില്ല. ശബ്ദവും കാര്യമൊന്നും കേട്ടിട്ടില്ല. ഒരു 13-14 കോല് ആയമുണ്ട്. കിണർ വീട്ടിൽ നിന്നും അല്പം മാറിയായിരുന്നു ഉള്ളത്. അതാവാം ഇടിഞ്ഞു താഴുന്ന ശബ്ദം വീട്ടുകാർ കേൾക്കാതിരുന്നത്. തുടർച്ചയായി ഉണ്ടായ മഴയാവാം കിണർ ഇടിയാൻ കാരണമെന്ന് കരുതുന്നു. കക്കാട് തായലെ പള്ളിക്ക് സമീപം വീട്ടിലേക്ക് മതിലിടിഞ്ഞു വീണു. വീട്ടുകാർ ആശങ്കയിൽ. നിരവധി തവണ അധികൃതരോട് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് പരാതിയുണ്ട്. ഇന്ന് പുലർച്ചെയോടെയാണ് കക്കാട് തായലപ്പള്ളിക്ക് സമീപം വീടിന്റെ മതിലിടിഞ്ഞ് വീണത്. കൂലിപ്പണിക്കാരനായ സബ്നൂരിന് മതിൽ ഭീഷണിയെ മറികടക്കാനുള്ള ആവതുമില്ല. പിഞ്ചുകുഞ്ഞുങ്ങൾ അടക്കമുള്ളവർ താമസിക്കുന്ന വീട്ടിൽ മതിലൊരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. അധികൃതരുടെ സഹായഹസ്തങ്ങൾ പ്രതീക്ഷിച്ച് കഴിയുകയാണിവർ. ഇതൊരു 4 മണിക്കാണ് സംഭവിച്ചത്. കാരണം വെച്ചാൽ മേലെ നിന്ന് മഴവെള്ളം ഇങ്ങനെ വരുന്നുണ്ട്, അടിയിൽ വെള്ളമായുണ്ട്. നമ്മളെ വീട്ടിന് ഭീഷണിയാണിത്. 5 മണിക്കാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇത് കെട്ടാനുള്ളൊരു ഇത് കാണണം. നമുക്കാരുമില്ല. ഞങ്ങളാറിൽ നാട്ടിൽ കൂലിപ്പണിയാണ്, ഗൾഫുകാരുമില്ല. പിന്നെ മാപ്പിളാറിൽ കൂലിപ്പണിയാണ്. അതുകൊണ്ട് ഇതിനുള്ളൊരു വഴി കാണണം. നമ്മൾ പാവങ്ങളാണ്, നമുക്ക് ഉപ്പില്ല ഉമ്മയില്ല. നിരവധി തവണ പഞ്ചായത്തിൽ സഹായത്തിനായി അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെ യാതൊരു സഹായവും ഇവർക്ക് ലഭിച്ചിട്ടില്ല. അന്നന്നത്തെ വകയുണ്ടാക്കുന്നതിനായി കഷ്ടപ്പെടുന്നതിനിടയിൽ മതിൽ ഭീഷണിയെ എങ്ങനെ നേരിടണമെന്നും ഇവർക്ക് അറിയില്ല. അധികൃതർ സഹായിക്കുകയേ വഴിയുള്ളൂ. ദേശീയപാതയിൽ തളാപ്പ് ജോൾ മില്ലിന് സമീപം റോഡ് തകർന്ന് ഗർത്തം രൂപപ്പെട്ടു. ദിവസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് ശ്രീപുരം സ്കൂൾ ഡ്രൈവേഴ്സിന്റെ നേതൃത്വത്തിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. ശ്രദ്ധ ഒന്ന് പതറിയാൽ കാത്തിരിക്കുന്ന വലിയ ദുരന്തത്തിന് നേരെയാണ് അധികൃതർ മുഖം തിരിക്കുന്നത്. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാഴൂർ കൊളവല്ലൂരിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും 9 സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തു. ബോംബുകൾ ബക്കറ്റിൽ ഒളിപ്പിച്ച നിലയിൽ. പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ബോംബുകൾ നിർവീര്യമാക്കി. കനത്ത മഴ. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. പഠനത്തോട് കരകവിഞ്ഞതിനെ തുടർന്ന് 40 കുടുംബങ്ങൾ ദുരിതത്തിൽ. അഴീക്കോട് ഉപ്പായിച്ചാലിൽ വീടിന് മുകളിൽ പാറയിടിഞ്ഞു വീണു. കിഴുത്തളിയിൽ കിണറിടിഞ്ഞു താഴ്ന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജില്ലയിൽ ഹരിത തെരഞ്ഞെടുപ്പാക്കി മാറ്റുമെന്ന് കളക്ടർ പി ബാലകിരൺ. ശുചിത്വ മിഷൻ മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന പദ്ധതിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നാളെ ചേരുമെന്നും കളക്ടർ. കണ്ണൂർ കോർപ്പറേഷൻ മേയറാവാൻ സുമാ ബാലകൃഷ്ണൻ തയ്യാറെടുക്കുന്നു. പാർട്ടിയാണ് എല്ലാ കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടതെന്ന് സുമാ ബാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പിൽ പുതിയ സ്ത്രീകൾ കടന്നുവരണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ എ സരള. താൻ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കുമെന്നും കെ എ സരള. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭീമ, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് സുൽത്താൻ ബത്തേരി. കൊയിലി ഹാർട്ട് സെന്റർ, കൊയിലി ഹോസ്പിറ്റൽ, കണ്ണൂർ.
Gemino International Jewelers, Kerala, Tamil Nadu, Maharashtra, UAE, Kuwait. IIMS Indian Institute of Management Studies, Casamarina Complex, Talab. Sushila Auto Garage and Workshop, Tottada. Phone 0497 28 35009. Anashwara Silks at Gmall, South Bazaar, Kannur. Lily Sarees, Weaving Dreams, Fort Road, Kannur. ലുലു സാരീസ് കണ്ണൂർ ഫോർട്ട് റോഡിൽ വിറ്റഴിക്കൽ വിൽപ്പന. വസ്ത്രങ്ങൾ പകുതി വില. നിക്ഷാനോണം നല്ലോണം. നിക്ഷാൻ ഇലക്ട്രോണിക്സ്, നിക്ഷാൻ അരീന, ബാങ്ക് റോഡ്, കണ്ണൂർ. ഡിസൈൻ സെലിബ്രേറ്റ്, buy one get one free, Rajiv Gandhi Road, Kannur. Ultimate Building Solutions, Castor Tower, Online Road, Kannur. വാർത്തകൾ തുടരുന്നു. ഹക്കീം വധം കേസിന്റെ രേഖകൾ ക്രൈംബ്രാഞ്ച് 2 ദിവസത്തിനകം CBIക്ക് കൈമാറും. ഹക്കീം കൊല്ലപ്പെട്ടിട്ട് 1.5 വർഷമായിട്ടും കൊലയാളികളെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി വിധി അനുസരിച്ച് കേസ് CBI ഏറ്റെടുക്കുന്നത്. 2014 ഫെബ്രുവരി 10 പുലർച്ചെയാണ് കൊച്ചി ജുമാ മസ്ജിദ് ജീവനക്കാരൻ കൂടിയായ ഹക്കീമിന്റെ മൃതദേഹം പള്ളിപ്പറമ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഹക്കീമിന്റെ ഫോണിന്റെ അവശിഷ്ടങ്ങൾ പള്ളിക്കടുത്തു നിന്നും കണ്ടെത്തി. മൃതദേഹം മദ്രസയ്ക്ക് തൊട്ടടുത്താണ് കത്തിക്കരിഞ്ഞ നിലയിൽ അധ്യാപകർ കണ്ടെത്തിയത്. തൊട്ടടുത്ത് ചുറ്റും മുളകുപൊടി വിതറിയ നിലയിൽ ഹക്കീമിന്റെ ഷർട്ടും ബനിയനും കണ്ടെത്തി. ഷർട്ടാണ് കൊല്ലപ്പെട്ടത് ഹക്കീമാണെന്ന് തിരിച്ചറിയാൻ കാരണമായത്. തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ നടത്തിയ DNA പരിശോധനയിലാണ് കൊല്ലപ്പെട്ടത് ഹക്കീമാണെന്ന് സ്ഥിരീകരിച്ചത്. ആദ്യം ലോക്കൽ പോലീസാണ് കേസന്വേഷണം നടത്തിയത്. പിന്നീട് കേസ് പൂർണ്ണമായും അവഗണിക്കപ്പെട്ടതോടെയാണ് ആക്ഷൻ കമ്മിറ്റി പയ്യന്നൂരിൽ ഹർത്താലും സമരസമിതി 41 ദിവസം നീണ്ട സത്യാഗ്രഹവും നടത്തിയത്. സമരം ശക്തമായപ്പോൾ കേസ് അന്വേഷിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തളിപ്പറമ്പ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. എന്നാൽ മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനു ശേഷവും പ്രതികൾ വലയിലായില്ല. ഈ സാഹചര്യത്തിലാണ് CBI അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമായത്. ഗാർഹിക പീഡന കേസുകൾ കുറഞ്ഞു വരുന്നതായി വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് നൂർബീന റഷീദ. കണ്ണൂരിൽ വനിതാ കമ്മീഷൻ സിറ്റിംഗിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. വനിതാ കമ്മീഷന് മുമ്പാകെ വരുന്ന പരാതികളെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും അഡ്വക്കേറ്റ് നൂർബീന റഷീദ് പറഞ്ഞു. 56 പരാതികളാണ് കമ്മീഷന് മുമ്പാകെ വന്നത്. ഇതിൽ 28 എണ്ണം തീർപ്പാക്കി, 3 എണ്ണം ഫുൾ ബെഞ്ചിന് വിട്ടു. 8 പരാതികൾ പോലീസ് റിപ്പോർട്ട് തേടാൻ വിട്ടു. 15 എണ്ണം മാറ്റിവെക്കുകയും 2 എണ്ണം ജാഗ്രതാ സമിതിക്ക് മുമ്പാകെ വിടുകയും ചെയ്തു. പരാതികളിൽ ഏറെയും സ്വത്ത് സംബന്ധിച്ച കേസുകളാണ്. എന്നാൽ ഗാർഹിക പീഡനം സംബന്ധിച്ച പരാതികൾ കുറഞ്ഞതായി അഡ്വക്കേറ്റ് നൂർബിന റഷീദ് പറഞ്ഞു. 2 ആൺമക്കളെ ചിലർ പീഡിപ്പിക്കുന്നതായും പോലീസിൽ പരാതി നൽകിയിട്ടും നടപടികൾ ഒന്നും ഉണ്ടായില്ലെന്നും കൂടാതെ എല്ലാ സ്വത്തുക്കളും ഒരു മകൻ എഴുതി വാങ്ങിച്ച് മറ്റു മക്കളെ അമ്മയെ ഏൽപ്പിച്ച പരാതിയും കമ്മീഷനു മുമ്പാകെ വന്നിരുന്നുവെന്നും ഗാർഹിക പീഡനങ്ങൾ സംബന്ധിച്ച പരാതികൾ കുറയുമ്പോൾ അയൽക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുകയും അത് കമ്മീഷനു മുമ്പാകെ വരികയും ചെയ്യുന്നതായും അഡ്വക്കേറ്റ് നൂർബിന റഷീദ് പറഞ്ഞു. അഭിഭാഷകരായ P. പത്മപ്രിയ, അനിൽ റാണി, ഷാജഹാൻ, വനിതാ SI KC വത്സമ്മ, സിവിൽ പോലീസ് ഓഫീസർമാരായ C. ഷൈജ, അനിത തുടങ്ങിയവരും അദാലത്തിൽ പങ്കെടുത്തു. ഇന്ന് ലോക പോസ്റ്റൽ ദിനം. ഇംഗ്ലണ്ടിലെ അക്ഷരക്കൂട്ടങ്ങളെ നാം മറന്നു തുടങ്ങിയെങ്കിലും ഇന്ന് ഓർമ്മപ്പെടുത്തലിന്റെ ദിനമാണ്. ഈ വർഷത്തെ ആഘോഷത്തിന്റെ ഭാഗമായി ദാരിദ്ര്യം, വിശപ്പ്, സമത്വമില്ലായ്മ, നീതി നിഷേധം എന്നിവയ്ക്കെതിരെ പോരാടാനാണ് ആഗോള പോസ്റ്റൽ യൂണിയന്റെ ആഹ്വാനം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പോസ്റ്റൽ ശൃംഖലയാണ് ഇന്ത്യയിലേത്. 1854 ഒക്ടോബർ 1 നിലവിൽ വന്ന ഇന്ത്യൻ പോസ്റ്റൽ സർവീസിന് 1972 ഓഗസ്റ്റ് 15 പിൻകോഡ് നിലവിൽ വന്നത്. വിശേഷണങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാൻ ഒരു കാലത്ത് ജനം പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ഇല്ലന്റുകളെയായിരുന്നു. എന്നാൽ ഇവ ഇന്ന് കാണാമറയത്തേക്ക് പോയി. 2 രൂപ 50 പൈസയായിരുന്നു ഇല്ലന്റിന്റെ വില. മൊബൈൽ ഫോണുകളുടെ വരവാണ് ഇല്ലന്റുകൾക്ക് ചരമഗീതം കുറിച്ചത്. ആവശ്യക്കാരില്ലാത്തതിനാൽ അച്ചടി ഇപ്പോൾ പഴയതുപോലെ നടക്കുന്നുമില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ തങ്ങളുടെ പരസ്യങ്ങൾ പ്രിന്റ് ചെയ്യാനും ഇല്ലന്റിനെ ഉപയോഗപ്പെടുത്തിയിരുന്നു. പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ പോലും ഇല്ലന്റുകൾ കിട്ടാനില്ല എന്നതാണ് ഈ വർഷത്തെ തപാൽ ദിനത്തിന്റെ പ്രത്യേകത. എന്നാൽ 50 പൈസ വിലയുള്ള പോസ്റ്റ് കാർഡുകൾ ഇപ്പോഴും പഴയ പ്രൗഢിയോടെ തന്നെ നിലനിൽക്കുന്നു. ആവശ്യക്കാർ കൂടിയതിനെ തുടർന്ന് മുഴുവൻ പോസ്റ്റ് ഓഫീസുകളിലും കാർഡുകൾ ധാരാളമായി എത്തുന്നുമുണ്ട്. 8 രൂപ 50 പൈസ വിലയുള്ള എയർമെയിൽ ഇപ്പോൾ പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് അപ്രത്യക്ഷമായി തുടങ്ങി. ഇത് അയക്കണമെങ്കിൽ 25 രൂപയുടെ സ്റ്റാമ്പ് കൂടി ഇപ്പോൾ പതിക്കണം. ഒരു കാലത്ത് വിദേശത്തുള്ളവരുടെ ഏക ആശ്രയമായിരുന്നു എയർമെയിൽ. ഉടൻ എയർമെയിൽ സംവിധാനം കേന്ദ്ര സർക്കാർ നിർത്താനാണ് സാധ്യത. എന്നാൽ 5 രൂപയുടെ പോസ്റ്റ് കവർ ഒരുവിധം പിടിച്ചു നിൽക്കുന്നുമുണ്ട്. ബുക്ക് പോസ്റ്റുകളാണ് പ്രധാനമായും ഇപ്പോൾ പോസ്റ്റ് ഓഫീസുകൾ വഴി വിനിമയം നടത്തുന്ന സംവിധാനം.
പത്രം, മാസിക, വാരിക എന്നിവ വായനക്കാരെ ഒരു വർഷത്തേക്ക് ചേർക്കുകയും പോസ്റ്റ് ഓഫീസുകൾ വഴി ഇത് വായനക്കാരിൽ എത്തിക്കുകയും ചെയ്യുന്നു. മുൻവർഷത്തേക്കാൾ ഇരട്ടിയാണ് പോസ്റ്റ് ഓഫീസുകളിൽ ഇപ്പോഴെത്തുന്ന ബുക്ക് പോസ്റ്റുകളുടെ എണ്ണം. കത്തുകൾ കുറയുന്നുവെന്ന പരാതി ഉയർന്നപ്പോൾ വിവിധ ക്ഷേമ പെൻഷനുകൾ കൂടി പോസ്റ്റ് ഓഫീസ് വഴി വിതരണം ചെയ്യുന്ന സമ്പ്രദായമാണ് സർക്കാർ നടപ്പിലാക്കിയത്. പാലക്കാട് കഴിഞ്ഞ 8 ദിവസമായി റേഷൻ വ്യാപാരികൾ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ റേഷൻ വ്യാപാരികൾ കടകൾ അടച്ചിട്ട് സമരം സംഘടിപ്പിച്ചു. കണ്ണൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ജില്ലാ പ്രസിഡന്റ് പി സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. പി ശിവൻ അധ്യക്ഷത വഹിച്ചു. എം എ മുസ്തഫ സംസാരിച്ചു. പോകുന്ന ഈ ഘട്ടത്തിൽ നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അലോട്ട്മെന്റ്, കേരളത്തിലെ ജനങ്ങൾക്കുള്ള റേഷൻ അരിയുടെ അലോട്ട്മെന്റ് വെട്ടിച്ചുരുക്കിയത് നമ്മുടെ മുമ്പിലുണ്ട്. ഈ മാസം 1-ാം തീയതി മുതൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കുമുള്ള APL വിഹിതം. ഒറ്റപ്രസവത്തിലെ ഇരട്ടക്കുട്ടികൾ കൗതുകമായി. ആലങ്കലിലെ സോമന്റെ ജേഴ്സി പശുവാണ് 2 കിടാവുകൾക്ക് ജന്മം നൽകിയത്. പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്ന പശുക്കുട്ടികൾ ഇപ്പോൾ വീട്ടുകാർക്ക് കൗതുകവും ഒപ്പം സന്തോഷവും നൽകുന്നുണ്ട്. എടക്കാട് പഞ്ചായത്തിലെ ആലിങ്കലിലെ സോമന്റെ പശുവിന്റെ പ്രസവത്തിലാണ് 2 കിടാരികൾ ഉണ്ടായത്. ഇപ്പോൾ ഏകദേശം 2 ആഴ്ചയാകുമ്പോഴേക്കും പശുക്കുട്ടികൾ പൂർണ്ണ വളർച്ചയോടെയും ആരോഗ്യത്തോടെയുമാണ് ഉള്ളത്. നമ്മൾ 10-25 കൊല്ലായി. ഇല്ല, ഇതുവരെയായിട്ടും നമുക്ക് ഇരട്ട പറ്റിട്ടില്ല. ഇതിപ്പം പറ്റിട്ട് ഒരാഴ്ച 2 പോയി. ആരോഗ്യം 25 വർഷമായി ഇവർ പശു പരിപാലനത്തിലുണ്ടെങ്കിലും ഇത് ഇവർക്ക് ആദ്യ അനുഭവമാണ്. STU NLO സംയുക്ത സമ്മേളനം ശിക്ഷക് സദനിൽ നടന്നു. ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നടപടികളാണ് കൈക്കൊള്ളുന്നതെന്ന് ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. രാജ്യത്ത് കർഷക ആത്മഹത്യകൾ കൂടി വരുന്നു. കേരളത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ തൊഴിലാളി യൂണിയനുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ്, തൊഴിലാളി പ്രസ്ഥാനങ്ങളാണ് രാജ്യത്തെ എല്ലാ നിലയിലും മുന്നോട്ട് നയിക്കുന്നത്. കാരണം തൊഴിലാളിക്ക് ഒരിക്കലും വർഗീയമായിട്ട് ചിന്തിക്കാനേ കഴിയില്ല. എല്ലാവരും പട്ടിണി എടുക്കുകയാണെങ്കിൽ പട്ടിണി എടുക്കും. ജീവിത പ്രാരാബ്ധങ്ങൾ ഒന്നാണ്. അങ്ങനെ കഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെയാണ് നമ്മളെല്ലാം ഒരുമിച്ച് പോകുന്നത്. വർഗീയ ശക്തികളെ സംസ്ഥാനത്ത് വളരാൻ അനുവദിക്കില്ല. BJP ബീഫ് നിരോധിക്കുമ്പോൾ CPM ബീഫ് മേളകൾ നടത്തുന്നത് വർഗീയത സൃഷ്ടിക്കാനാണെന്ന് ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. ബീഫ് നിരോധിക്കണമെന്ന് പറയുന്നവർക്ക് അതിലൊരു രാഷ്ട്രീയമുണ്ട്. അതെന്താണ്? അതിൻ്റെ പേരിൽ അവർക്ക് എന്തെങ്കിലും കലാപം രാജ്യത്ത് ഉണ്ടാക്കണം. അല്ലാതെ ഇപ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നിങ്ങളെന്ത് കഴിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. അതിന് പകരം അവർ ഒരു പ്രശ്നം ഉണ്ടാക്കി കൊണ്ടുവന്ന് അതൊരു വികാരപരമായ സംഗതിയാക്കി കൊണ്ടുവന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം അധ്യക്ഷത വഹിച്ചു. NLO പ്രസിഡന്റ് പ്രൊഫസർ NP സിംഗ് മുഖ്യാതിഥിയായി. VK അബ്ദുൽ ഖാദർ മൗലവി, MA കരീം, VP വമ്പൻ, അഡ്വക്കേറ്റ് സൈനുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. INL ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ത്യ ഹൌസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. INL സംസ്ഥാന പ്രസിഡന്റ് SA പുതിയവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ആര് എന്ത് ഭക്ഷിക്കണമെന്ന് പോലും തീരുമാനിക്കുന്നത് ഇന്ന് ഭരണകൂടമാണ്. ഗോക്കളെ വധിക്കാൻ പാടില്ലെങ്കിൽ മനുഷ്യനെ കൊണ്ടു ചെന്നാക്കുന്നത് പോലെയുള്ള വൃദ്ധസദനങ്ങൾ ഗോക്കൾക്കും കേന്ദ്ര സർക്കാർ നിർമ്മിച്ചു നൽകണമെന്നും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയോട് ചേർന്ന് പ്രവർത്തിക്കുമെന്നും മറ്റൊരു മുന്നണിയുമായി കൂടില്ലെന്നും SA പുതിയവളപ്പിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു അങ്കലാപ്പിലായ ഒരു കാലഘട്ടമായിരുന്നു INL സംബന്ധിച്ചിടത്തോളം. ഈ തെരഞ്ഞെടുപ്പ് അതല്ല. വളരെ ശക്തമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ മുന്നണിത്തെ പ്രശ്നങ്ങളല്ല. ഇവിടെ ഇന്ത്യയിൽ വളർന്നു വരുന്ന വർഗീയ ശക്തികൾക്കായ പോരാട്ടമാണ്. ഇവിടെ എന്ത് ഭക്ഷിക്കണമെന്ന് പോലും തീരുമാനിക്കാനുള്ള ചുറ്റുപാടിലെത്തിയിരിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് പുറവൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ B ഹംസ ഹാജി, ജില്ലാ സെക്രട്ടറി മഹമ്മൂദ് പറക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഹരിത തെരഞ്ഞെടുപ്പാക്കി മാറ്റുമെന്ന് ജില്ലാ കളക്ടർ P ബാലകിരൺ കണ്ണൂരിൽ സിറ്റി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശുചിത്വ മിഷൻ മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന പദ്ധതിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ നാളെ ജില്ലയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ യോഗം ചേരുമെന്നും കളക്ടർ അറിയിച്ചു.
ദേശീയ ഗെയിംസിനോടനുബന്ധിച്ച് ശുചിത്വ മിഷൻ മുണ്ടയാട്ടെ ഇൻഡോർ സ്റ്റേഡിയത്തിലും ജൂണിൽ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലും നടപ്പിലാക്കിയ പ്ലാസ്റ്റിക് രഹിത പദ്ധതികളാണ് തെരഞ്ഞെടുപ്പിലും നടപ്പിലാക്കുക. ഭൂമിയെ മലിനപ്പെടുത്താതെ തികച്ചും പ്രകൃതി സൗഹൃദമായ തെരഞ്ഞെടുപ്പായിരിക്കും നവംബർ 2 നടക്കുകയെന്ന് കളക്ടർ പി ബാലകിരൺ പറഞ്ഞു. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഭാഗത്തുള്ള നമ്മുടെ ഇലക്ഷനിന്റെ ബന്ധപ്പെട്ട് എല്ലാ ഇലക്ഷൻ സ്റ്റാഫിന്റെ ട്രെയിനിങ് സമയത്തും അതുപോലെ തന്നെ അവരുടെ EVM-ന്റെ സജ്ജീകരണം സമയത്ത് പോളിംഗ് നടത്തുന്ന 2484 പോളിംഗ് സ്റ്റേഷനിൻ്റെ സജ്ജീകരണം സംബന്ധിച്ച സമയത്തും നമ്മൾ പൂർണ്ണമായിട്ടുള്ള ഒരു ഹരിത ഇലക്ഷൻ തന്നെ നമുക്ക് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഹരിത ഇലക്ഷൻ പറഞ്ഞാൽ എന്താ ആയിട്ട് ആരെങ്കിലും ചോദിച്ചാൽ, ഹരിത ഇലക്ഷൻ പറഞ്ഞാൽ നമ്മുടെ ഭൂമിക്ക് ഒരു മലിനീകരണം ഒന്നും പോവാതെ രീതിയിൽ ഒരു നല്ലൊരു സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. പരമാവധി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ബൂത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കും. കൂടാതെ രാഷ്ട്രീയ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പിന് പ്ലാസ്റ്റിക് പ്രചാരണ വസ്തുക്കളും മറ്റും ഒഴിവാക്കാനുള്ള നിർദ്ദേശം നൽകും. ഇതു സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയതായി കളക്ടർ പറഞ്ഞു. ജില്ലയിൽ 71 ഗ്രാമപഞ്ചായത്തുകളിലായി 1166 വാർഡുകളും 11 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 149 വാർഡുകളും, ഒരു ജില്ലാ പഞ്ചായത്തിൽ 24 വാർഡും നഗരസഭകളിൽ 289 വാർഡും കണ്ണൂർ കോർപ്പറേഷനിൽ 55 വാർഡുകളുമാണ് ഉള്ളത്. ജില്ലയിൽ 2434 പോളിംഗ് ബൂത്തുകളാണ് തിരഞ്ഞെടുപ്പിനായി സജ്ജീകരിക്കുക. ആകെ 18 ലക്ഷം വോട്ടർമാരാണുള്ളത്. പ്രതിഷേധം തുടരുന്നു. ഡിവൈഎഫ്ഐ പള്ളിക്കുന്ന് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തളാപ്പിൽ ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം സെക്രട്ടറി OK വിനീഷ്, കേന്ദ്ര കമ്മിറ്റി അംഗം M ഷാജിർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യ മതേതര രാജ്യമാണെന്ന് അവകാശപ്പെടുമ്പോൾ എല്ലാ മതസ്ഥരുടെയും താൽപര്യം സംരക്ഷിക്കാൻ ഭരണത്തലവന്മാർക്ക് സാധിക്കണം. മതേതര രാജ്യമാണെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും സ്വാതന്ത്ര്യം ലഭിക്കണം. ആ സ്വാതന്ത്ര്യത്തിൽ കടന്നുകയറാൻ ആരെയും അനുവദിക്കില്ലെന്ന ആഹ്വാനത്തോടെയാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. മതേതരത്വം സംരക്ഷിക്കണം. അത് ബീഫായിക്കോട്ടെ, പന്നിയായിക്കോട്ടെ, താല്പര്യമുള്ള ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് രാജ്യത്ത് എവിടെ തന്നെ നിരോധിക്കാൻ വേണ്ടി സാധിച്ചാലും ഈ കേരളത്തിൽ ഡിവൈഎഫ്ഐയുടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും സ്വാധീനം ഈ കേരളത്തിൽ ഉള്ളിടത്തോളം കാലം ഇതാ അതിനു മുമ്പിൽ ഒരു വർഗീയവാദികൾക്കും അതിനു മുമ്പിൽ കൈയടത്താൻ അവസരം ഉണ്ടാകില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു തീരുമാനവും രാജ്യത്ത് വെച്ചുപൊറുപ്പിക്കാൻ വിടില്ലെന്ന കരുതലും സംസ്ഥാനത്തുടനീളം നടന്നുവരുന്ന ബീഫ് ഫെസ്റ്റിവലുകൾ തെളിയിക്കുന്നു. കണ്ണൂർ കോർപ്പറേഷനിൽ ആദ്യ മേയറാവാൻ സുമാ ബാലകൃഷ്ണൻ ഒരുങ്ങുന്നു. കോട്ടയം പുതുപ്പള്ളി നല്ലോട്ട് കുടുംബാംഗമായ സുമാ ബാലകൃഷ്ണൻ നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയാണ്. എന്നാൽ പാർട്ടിയാണ് എല്ലാ കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടതെന്നും പാർട്ടി പറഞ്ഞതിനപ്പുറമില്ലെന്നാണ് സുമാ ബാലകൃഷ്ണൻ സിറ്റി ന്യൂസിനോട് പ്രതികരിച്ചത്. കണ്ണൂർ കോർപ്പറേഷനിലെ പ്രഥമ മേയർ ആരായിരിക്കുമെന്ന ചോദ്യത്തിന് പറഞ്ഞു കേൾക്കുന്ന പേരാണ് സുമാ ബാലകൃഷ്ണന്റേത്. കണ്ണൂർ കോർപ്പറേഷൻ UDF ഭരിച്ചാൽ ഇവരായിരിക്കും മേയർ എന്നുതന്നെയാണ് സംശയം കൂടാതെ പറയാൻ കഴിയുക. 1995 ചേലോറ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന സുമാ ബാലകൃഷ്ണൻ കോട്ടയം പുതുപ്പള്ളി നല്ലേട്ട് കുടുംബാംഗമാണ്. പഠിച്ചതും ജോലി ചെയ്തതുമെല്ലാം മുംബൈയിൽ. പരേതനായ കണ്ണൂർ സ്വദേശി TV ബാലകൃഷ്ണൻ നമ്പ്യാറായിരുന്നു ഭർത്താവ്. സാമൂഹ്യ പ്രവർത്തനം, സ്ത്രീകളുടെ ഉന്നമനം എന്നിവയ്ക്ക് ഊന്നൽ നൽകി. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി, INDC വനിതാ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ്, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ്, DCC ജനറൽ സെക്രട്ടറി, INDC ദേശീയ വനിതാ സെക്രട്ടറി, KPCC അംഗം, AICC അംഗം, ഇപ്പോൾ KPCCയുടെ ജനറൽ സെക്രട്ടറി. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായുള്ള ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ തുടങ്ങി ഒട്ടേറെ സ്ഥാനങ്ങൾ വഹിച്ചു. ചിലത് ഇപ്പോഴും വഹിച്ചുകൊണ്ടേയിരിക്കുന്നു. വളരെ വർഷങ്ങളായി പൊതുപ്രവർത്തനത്തിൽ സജീവമായിരുന്ന സുമാ ബാലകൃഷ്ണൻ മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പ്രതികരണം ഇങ്ങനെയായിരുന്നു. തീർച്ചയായിട്ടും പ്രഥമ കോർപ്പറേഷൻ UDF ഭരിക്കും എന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അത് ഭരിക്കുകയും ചെയ്യും. അതിലേക്ക് പ്രഥമ മേയറായിട്ട് ഞാൻ കടന്നു വരുമോ എന്നുള്ളത് ഇതുവരെയും പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തായിട്ട് അറിയില്ല. പാർട്ടി തീരുമാനം എടുത്തെങ്കിൽ തന്നെ എന്നെ അറിയിച്ചിട്ടില്ല. പാർട്ടി ആ തീരുമാനം എടുത്ത് എന്നെ അറിയിച്ച് ഞാനതിനു വേണ്ടി ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. അങ്ങനെ ആയാൽ ജനങ്ങളുടെ ക്ഷേമവും നാടിൻ്റെ വികസനവും മാത്രമായിരിക്കും താല്പര്യം. 55 ഡിവിഷനുകളാണ് കണ്ണൂർ കോർപ്പറേഷനിലുള്ളത്. കണ്ണൂർ നഗരസഭയും പുഴാതി, പള്ളിക്കുന്ന്, എടക്കാട്, ചേലോറ, എളയാവൂർ പഞ്ചായത്തുകളും ഉൾപ്പെട്ട കോർപ്പറേഷനാണ് കണ്ണൂർ. അതുകൊണ്ട് തന്നെ UDFന് തന്നെയാണ് മുൻതൂക്കം.
കോൺഗ്രസിന്റെ പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ച് പ്രവർത്തകരുടെ ആവേശമായിരുന്നു സുമാ ബാലകൃഷ്ണൻ. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം ലക്ഷ്യമാക്കി പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തുന്ന ഇവർ പറയുന്നത് UDF സർക്കാരിന്റെ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തിയാണ്. അതായത് തീർച്ചയായിട്ടും കഴിഞ്ഞ 4.5 വർഷമായിട്ട് ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ അല്ലെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അത് ജനക്ഷേമപരമായ കാര്യങ്ങൾ ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സാധാരണക്കാരുടെ ഒരു ഗവൺമെൻറ്റായി, സാധാരണക്കാരുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റായി മുന്നോട്ട് പോകുന്നു. ജനങ്ങൾ ആ അംഗീകാരം, അതുകൊണ്ട് തീർച്ചയായിട്ടും ഭരണ തുടർച്ചയുണ്ടാകും. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പുതിയ സ്ത്രീകൾ കടന്നു വരണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KS സരള. താൻ മത്സരിക്കുകയോ ഇല്ലയോ എന്ന കാര്യത്തിൽ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും 5 വർഷം കൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമായി കാണുന്നുവെന്നും പ്രൊഫസർ KS സരള പ്രതികരിച്ചു. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കഴിവുള്ള സ്ത്രീകളുണ്ട്. ഓരോരുത്തർക്കും അവസരങ്ങളുണ്ടാകണം. താൻ മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ പാർട്ടിയുടേതാണ് അവസാന വാക്കെന്നും ഒരുപാട് ചുമതലകളാണ് എന്നെ ഏൽപ്പിച്ചതെന്നും അത് ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞുവെന്നും പ്രൊഫസർ KS സരള മനസ്സു തുറന്നു. എല്ലാ കഴിവുകളുടെയും പരമഭാവം സ്ത്രീയിലാണെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയും, ഉറച്ചു പറയുകയാണ്. പക്ഷെ സ്ത്രീയെ ഒരു സ്ഥാനത്തിരുത്തി, പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥാനത്തിരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ഥാനമല്ലാതെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനവും സ്ത്രീക്ക് കൊടുക്കരുത് എന്ന് പറയും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരുത്തി കഴിഞ്ഞ് പല സ്ഥാനങ്ങളിലേക്കും വിട്ടുകഴിഞ്ഞാൽ അത് ഇരിക്കുന്ന സ്ഥാനത്തിനും ഇരിക്കുന്ന സ്ഥാപനത്തിനും വളരെ ഗുരുതരമായ ദോഷം ചെയ്യും. സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഉചിതമായ സ്ഥാനം ലഭിക്കണം, സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്നും എങ്കിൽ മാത്രമേ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ പ്രൊഫസർ KS സരള കാറൽ മാർക്സിന്റെ കാഴ്ചപ്പാടുകളാണ് എന്നെ കൂടുതലായും സ്വാധീനിച്ചതെന്നും പറഞ്ഞു. ഏറ്റവും മികച്ച ജോലിയായി ഞാൻ കണ്ടത് അധ്യാപനത്തെയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ 24 മണിക്കൂറും ഞാൻ ജോലി ചെയ്തു. ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ മറ്റു ജോലികളിൽ മുഴുകുന്നത് പ്രയാസമായിരിക്കും. 5 വർഷം കൊണ്ട് ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞത് എല്ലാവരുടെയും സഹകരണം മാത്രം കൊണ്ടാണെന്നും ഇതിൽ മാധ്യമങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണെന്നും പ്രൊഫസർ KS സരള പറഞ്ഞു. നാളെ ലോക മാനസിക ആരോഗ്യ ദിനം. ഇതിന്റെ മുന്നോടിയായി ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റർ പ്രദർശനം സംഘടിപ്പിച്ചു. DMO ഡോക്ടർ PK ബേബി ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ P പ്രീത, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ K രാജേഷ്, ഡോക്ടർ ഗൗരവ് P ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. മാനസിക രോഗികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കാനാണ് ആരോഗ്യ വകുപ്പ് ശ്രമിക്കുന്നതെന്ന് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മാനസികാരോഗ്യ വിദഗ്ധൻ ഗൗരവ് ശങ്കർ സിറ്റി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാനസിക രോഗങ്ങളെക്കുറിച്ചുള്ള ജനങ്ങൾക്കുള്ള അജ്ഞത ഒഴിവാക്കാനാണ് ആരോഗ്യവകുപ്പ് ബോധവൽക്കരണ പരിപാടികളും മറ്റും നടത്തുന്നതെന്നും ഡോക്ടർ ഗൗരവ് ശങ്കർ പറഞ്ഞു. പ്രധാനമായിട്ട് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവാൻ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ പൊതുസമൂഹത്തിന് ഈ മാനസിക രോഗങ്ങളെക്കുറിച്ചൊരു അജ്ഞതയാണുള്ളത്. നമുക്ക് ഒരു രീതിയിലുള്ള മാനസിക രോഗം മാത്രമേ, നമ്മൾ തളവട്ടം പോലുള്ള സിനിമകളിൽ കാണുന്ന മാനസിക രോഗത്തെക്കുറിച്ച് മാത്രമേ അറിയുള്ളൂ. അല്ലാതെ പലതരം മാനസിക രോഗങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു അജ്ഞതയുണ്ട്. അപ്പോൾ അതിന് ചികിത്സ ഉള്ളതായിട്ടും ഒന്നും ആൾക്കാർക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ അതിന് ചികിത്സ ഉണ്ടെന്നും രോഗം ചികിത്സിച്ച് മാറ്റാനാവുന്നതാണെന്നും പൂർണ്ണമായ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ, പല അസുഖങ്ങൾക്കും അതിൻ്റെ ലക്ഷണങ്ങൾ മാറ്റാനാവുന്നതാണെന്നുള്ളത് പല ആൾക്കാർക്കും അതിനെക്കുറിച്ചുള്ള അജ്ഞത വലുതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മാനസിക രോഗികളെ മാറ്റി നിർത്തുന്നതും. നമ്മൾ ഒരാൾക്ക് മാനസിക രോഗം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ആണെങ്കിലും നമ്മളത് മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നതും അതുകൊണ്ടാണ്. വൈദ്യുതി ബോർഡിലെ ഹിതപരിശോധനയുടെ പ്രചരണാർത്ഥം കേരള ഇലക്ട്രിസിറ്റി എക്സിക്യൂട്ടീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ കിസോയുടെ പ്രചരണ ബാനറുകളും പോസ്റ്ററുകളും ചില സംഘടനകൾ നശിപ്പിക്കുന്നുവെന്നും യൂണിയൻ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ജില്ലയിൽ കണ്ണൂർ ഇലക്ട്രിക്കൽ സർക്കിളിന്റെ കീഴിൽ വരുന്ന ഭൂരിഭാഗം സെക്ഷൻ ഓഫീസുകളിലും കിസോ സ്ഥാപിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണ സാമഗ്രികൾ നശിപ്പിച്ചുവെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. കുറേ വർഷങ്ങളായിട്ട് തടസ്സപ്പെട്ട് കിടന്ന ഹിതപരിശോധന ഞങ്ങളുടെ സംഘടനയുടെ ശക്തമായ ജനാധിപത്യ രീതിയിലുള്ള ഇടപെടൽ കാരണം വീണ്ടും ഹിതപരിശോധനയ്ക്കുള്ള കളമൊരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഹിതപരിശോധനയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ മുന്നേറ്റത്തെ തടയുന്നതിന് വേണ്ടിയിട്ട് പ്രശസ്ത ചിത്രകാരൻ മുരളി നാഗപ്പുഴയുടെ ചിത്രങ്ങളുടെ പഠനഗ്രന്ഥം ഹരിത രാഷ്ട്രീയത്തിന്റെ വർണ്ണവിവക്ഷകൾ പ്രകാശനം ചെയ്തു. പ്രസ് ക്ലബിൽ പ്രസിഡന്റ് KT ശശി പ്രകാശനം നിർവഹിച്ചു. KV ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ദേശാഭിമാനി ബുക്ക് ഹൗസ് മാനേജർ EK വിജയൻ ആദ്യ പതിപ്പ് ഏറ്റുവാങ്ങി. KV മോഹനൻ, സുർജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ ചിത്രകാരനാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ വിവാദ
കൊലപാതകങ്ങളൊക്കെ ഉണ്ടാകുന്ന എത്രയോ മുമ്പ് 1987 ഞാൻ ദേശാഭിമാനിയിൽ ഒരു ട്രെയിനിയായി ചേർന്ന കാലത്ത് അന്നാണ് അദ്ദേഹത്തിന് ആദ്യമായി കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ഫെലോഷിപ്പ് ചിത്രത്തിന് ഫെലോഷിപ്പ് കിട്ടുന്നത്. അന്ന് മുരളി നാഗപ്പുഴ എന്നൊരു പേര് ഇങ്ങനെ പിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പത്രത്തിലെ കച്ചവടത്തിൽ വരുമ്പോൾ പേര് ആദ്യമായിട്ട് കാണുകയാണ്. ഞാനന്നേരം കൊച്ചിയിൽ ട്രെയിനിങ് ആയിരിക്കുന്നു. അവിടെയാണ് ഞങ്ങൾ മുരളിയെ കുറിച്ച് ഈ നാഗപ്പുഴ എന്ന ഒരു നല്ല രസകരമായ പേരായതുകൊണ്ട് തന്നെ എല്ലാം ചർച്ച ചെയ്യുകയും. അറിയിപ്പുകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൺട്രോൾ റൂം കലക്ടറേറ്റിൽ പ്രവർത്തനം ആരംഭിച്ചു. ഫോൺ 0497276200. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഈ നമ്പറിൽ ബന്ധപ്പെടാം. വളപട്ടണം ഗ്രാമപഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർത്ത വോട്ടർമാരുടെ തിരിച്ചറിയൽ കാർഡുകൾ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും നേരിട്ട് കൈപ്പറ്റണമെന്ന് സെക്രട്ടറി അറിയിച്ചു. ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി 11-ന് ലീപ് സെന്റർ മനഃശാസ്ത്ര ശില്പശാല നടത്തും. മാനസികാരോഗ്യം നിലനിർത്താം അന്തസ്സോടെ എന്ന വിഷയത്തിൽ 2 മണിക്ക് പോലീസ് സൊസൈറ്റി ഹാളിലാണ് ശില്പശാല. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 9388776640 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം. ഇടൂഴി മാധവൻ നമ്പൂതിരി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിഭാഗത്തിൽ കെമിസ്ട്രി അധ്യാപക ഒഴിവുണ്ട്. കൂടിക്കാഴ്ച 12-ന് രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ച്. ഇന്നു രാത്രി 9 മുതൽ നാളെ പുലർച്ചെ 2 വരെ ചൊവ്വ, കണ്ണൂർ, ബർണശ്ശേരി, പള്ളിക്കുന്ന്, വളപട്ടണം, അഴീക്കോട് ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെടും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ലേബർ വെൽഫെയർ ഓർഗനൈസേഷൻ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ 2015-2016 വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിനുള്ള അപേക്ഷ നവംബർ 30 വരെ സ്വീകരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാഴൂർ കൊളവല്ലൂരിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും 9 സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തു. ബോംബുകൾ ബക്കറ്റിൽ ഒളിപ്പിച്ച നിലയിൽ. പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ബോംബുകൾ നിർവീര്യമാക്കി. കനത്ത മഴ. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. പഠനത്തോട് കരകവിഞ്ഞതിനെ തുടർന്ന് 40 കുടുംബങ്ങൾ ദുരിതത്തിൽ. അഴീക്കോട് ഉപ്പായിച്ചാലിൽ വീടിന് മുകളിൽ പാറയിടിഞ്ഞു വീണു. കിഴുത്തളിയിൽ കിണറിടിഞ്ഞു താഴ്ന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജില്ലയിൽ ഹരിത തെരഞ്ഞെടുപ്പാക്കി മാറ്റുമെന്ന് കളക്ടർ പി ബാലകിരൺ. ശുചിത്വ മിഷൻ മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന പദ്ധതിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നാളെ ചേരുമെന്നും കളക്ടർ. കണ്ണൂർ കോർപ്പറേഷൻ മേയറാവാൻ സുമാ ബാലകൃഷ്ണൻ തയ്യാറെടുക്കുന്നു. പാർട്ടിയാണ് എല്ലാ കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടതെന്ന് സുമാ ബാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പിൽ പുതിയ സ്ത്രീകൾ കടന്നുവരണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ എ സരള. താൻ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കുമെന്നും കെ എ സരള. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ശുഭരാത്രി.